അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ഇരുലോക വിജയം നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ അൻവാർ ഫജന്റെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തം നമുക്ക് അല്ലാഹു നസീബാക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായ ടൈറ്റ് ഫിറ്റ് എല്ലാം അല്ലാഹു നീക്കി സന്തോഷം ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൗഭാഗ്യമുള്ളവരാണോ, ഭാഗ്യമുള്ളവരാണോ? എന്നാൽ തീർച്ചയായും നമ്മൾ 1 ലക്ഷം ഇറക്കാൻ, മുടക്കാൻ തയ്യാറാണെങ്കിൽ 10 ലക്ഷം നമുക്ക് തിരികെ ഉറപ്പാണ്. അതിൽ സംശയമില്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം, നമ്മളൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ്, വലിയ ഭാഗ്യം തേടുന്നവരാണ്, കൂടുതൽ ലാഭം ആഗ്രഹിക്കുന്നവരാണ്. ഈ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പല മേഖലയുമായി ബന്ധപ്പെടും. ആ ബന്ധപ്പെടുന്ന മേഖലകൾ പലപ്പോഴും നമ്മളെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ ചതിക്കുന്നു, അല്ലെങ്കിൽ അവർ മുങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. പലപ്പോഴും അങ്ങനെ ഉണ്ടാവുക. വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. അതിൻ്റെ പേരിൽ ഡിപ്രഷനായി പല ആളുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നഷ്ടങ്ങൾ, വലിയ ചതിയിൽപ്പെട്ടു പോവുക. ഇത് ഒരിക്കലും ചതിയിൽപ്പെടില്ല. ഇത് 1 ലക്ഷം നമ്മൾ ഇറക്കിയാൽ തീർച്ചയായും 10 ലക്ഷം ഏറ്റവും കുറച്ച് പറഞ്ഞതാണ്, നമുക്ക് റിട്ടേൺ ഉറപ്പാണ്. അതിൽ ഗ്യാരണ്ടി ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന് ഗ്യാരണ്ടി, ഞാൻ പോലുമല്ല. അങ്ങനെ ഒരു ചലഞ്ച് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഏറ്റെടുത്തുകൂടെ? അതെന്താണെന്നറിയോ? സ്വലാത്തിൻ്റെ ചലഞ്ചാണ്. സ്വലാത്തിൻ്റെ ചലഞ്ചാണ്. വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി, പ്രത്യേകിച്ച് സഫർ മാസം ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോവാൻ, റബീഉൽ അവ്വലിലേക്ക് നമ്മൾ ചേരാൻ പോവാണ്. അപ്പോൾ റബീഉൽ അവ്വൽ ആകുന്ന മാസത്തിലേക്ക് ചേരാൻ ചില്ലറ ആഴ്ചകൾ, ദിവസങ്ങൾ എണ്ണപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ സ്വലാത്ത് ചലഞ്ചിലൊന്ന് പങ്കെടുത്താൽ, ഞാനൊരു ഭാഗവാക്കായാൽ അത് വലിയ സൗഭാഗ്യമാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, 1 ലക്ഷം സ്വലാത്ത്, അത് ഏത് സ്വലാത്തുമാകാം, നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ, 1 ലക്ഷത്തിൽ ഒതുക്കണം എന്നല്ല പറയുന്നത്, മിനിമം പറയാൻ നമ്മൾ ചെല്ലാൻ തയ്യാറായാൽ അത് ഏത് സ്വലാത്തും പറ്റും. അസ്വലാത്തുൽ ഫാത്തിമിയ്യ, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വ അഹ്ലിഹി, ചെറിയ സ്വലാത്താണ്. ആ സ്വലാത്താകാം. അല്ലെങ്കിൽ ആളമുസ്വലാത്ത്, വലിയ സ്വലാത്താകാം, താജുസ്വലാത്താകാം, അല്ലെങ്കിൽ ദലാലുൽ ഖൈറാത്താകാം, അല്ലെങ്കിൽ നായിത്ത് സ്വലാത്താകാം, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയുന്ന മദ്രസയിൽ പഠിച്ച സ്വലാത്താകാം. ഏത് സ്വലാത്തുമാകാം. ഈ ചലഞ്ച് നമ്മൾ 1 ലക്ഷം ചൊല്ലാൻ വേണ്ടി തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമുക്ക് റിട്ടേൺ ഉറപ്പായിട്ടും തരുമെന്ന് പറഞ്ഞത് 10 ലക്ഷമാണ്. 1ന് 10ആണ്. അത് ഈ ചലഞ്ച് എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റൂല. ഇതിങ്ങനെ കേൾക്കുമ്പോൾ, തുടക്കത്തിൽ ഇതിൻ്റെ തംബ്ലീലൊക്കെ കാണുമ്പോൾ വായിക്കോ പെട്ടെന്നൊരു ആവേശത്തിൽ കയറും. സ്വലാത്തിൻ്റെ ചലഞ്ചാണെന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താ, അതിപ്പോൾ നമുക്ക് പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് കളയും. അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് ആ വീഡിയോ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാകും. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചലഞ്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ആരെയെങ്കിലും വിളിച്ചുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിൻ്റെ ചലഞ്ച് പറയുന്നത്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ്. ഉള്ളിൽ ഈമാനുണ്ടോ, വിശ്വാസമുണ്ട് എന്നുള്ള ഒരു ധാരണയിലും അഭിമാനത്തിലും നടക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ ഈ ശേഷം പറയാൻ പോകുന്ന കാര്യം നിർബന്ധമായിട്ട് ക്യാച്ച് ചെയ്യണം. ഇതാണ് അള്ളാഹുവിൻ്റെ ആ ഒരു സ്വലാത്തിനെ കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ പറയുന്ന ആയത്തിൻ്റെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ചലഞ്ച് ആദ്യമായി ഏറ്റെടുത്തത് അല്ലാഹു തമ്പുരാനാണ്. ഇന്നല്ലാഹ, തീർച്ചയായും പടച്ച തമ്പുരാൻ, സംശയം വേണ്ട, തഅ്കീദാണ്, ഉറപ്പാണ്. അല്ലാഹു വമലായികതഹു, പടച്ച തമ്പുരാന്റെ മലക്കുകളും ഏറ്റെടുത്ത ചലഞ്ചാണ്. എന്താ നടക്കുന്നത്? എന്താ ഈ ചലഞ്ചിന്റെ വിഷയം? കണ്ടന്റ് എന്താണ്? യുസല്ലൂന അലൻ നബി,
അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി എന്നുള്ള ചലഞ്ചല്ല, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. യുസല്ലൂന, സ്വലാത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു, അത് അവസാനിക്കുന്നില്ല, അത് ഡിസ്കണക്റ്റ് ആകുന്നില്ല, നടന്നുകൊണ്ടേയിരിക്കുകയാണ് സ്വലാത്ത്. അള്ളാഹുവും മലക്കുകളും യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, കൽബിൽ വിശ്വാസമുള്ളവരെ, ഈമാനിന്റെ വോൾട്ടേജ് ഇച്ചിരിയെങ്കിലും കൽബിലുണ്ടെങ്കിൽ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം. അപ്പോൾ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഈ ചലഞ്ചിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുകയാണ്, താല്പര്യപ്പെടുത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഞാനും മലക്കളും റെഡിയാണ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴെങ്കിലും ചൊല്ലി നിർത്തരുത്, ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളും ആ ചലഞ്ച് ഏറ്റെടുക്കണം എന്നാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഈ ചലഞ്ച് ഏറ്റെടുത്താൽ എന്താ, അതിൻ്റെ പവർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, പ്രഗത്ഭമായ, ഏറ്റവും പ്രഗത്ഭമായ ഹദീസിൻ്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്ന, ഇമാം മുസ്ലിം തങ്ങൾ തൻ്റെ സ്വഹീഹിലടക്കം ഒരുപാട് ഹദീസിൻ്റെ കിതാബിൽ കാണാൻ കഴിയുന്ന, നമുക്കൊക്കെ മനപ്പാടുള്ള ഒരു പരിശുദ്ധമായ ഹദീസാണ്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത്, വേറെ റിവായത്തിൽ കാണാം സ്വലാത്തൻ വാഹിദ, ഒറ്റ സ്വലാത്ത്, ഒരേ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് അവർക്ക് മടക്കി കൊടുക്കും. അതായത് 10 ഗുണം, 10 സലാമത്ത്, 10 രക്ഷ, 10 ഖൈറുകൾ, 10 ബറക്കത്തുകൾ, 10 പാപമോചനം, 10 ദറജ ഉയർത്തിക്കൊടുക്കൽ, ഇതെല്ലാം വാരിക്കോരി അള്ളാഹു കൊടുക്കും. ചുമ്മാ 10 അല്ല, 10 നന്മാത്രമല്ല, 10 തിന്മ മാപ്പാക്കും, 10 ദറജ കൂടും അള്ളാൻ്റെ മുന്നിൽ, 10 ആവശ്യങ്ങൾ നടത്തിത്തരും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഒരു വിശ്വാസി സ്വലാത്ത് ചൊല്ലുന്നു, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന ആളെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഇത്ര സൗഭാഗ്യമാണ്. 100 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 70 ആവശ്യങ്ങൾ അള്ളാഹു ആഖിറത്തിൽ ഈ മനുഷ്യന് വീട്ടി കൊടുക്കും. 30 ആവശ്യം ഇവിടെ നമ്മുടെ പ്രസൻസിൽ ദുനിയാവിൽ അള്ളാഹു വീട്ടി തരുമെന്ന്. 100 സ്വലാത്ത് ചൊല്ലിയാൽ ആലോചിച്ച് നോക്കി, 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 സ്വലാത്ത് അള്ളാഹു ഇങ്ങോട്ട് ചൊല്ലും. അതാകുമ്പോൾ ഏറ്റവും കൂടുതൽ അടിവരയിടേണ്ടത്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഹദീസ്, എന്താ ഇതിൻ്റെ പവർ എന്ന് മനസ്സിലായിട്ടില്ല. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പം നമ്മൾ കേൾക്കുന്നു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പം ഞാൻ ചൊല്ലിയ സ്വലാത്തില്ലേ, ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തില്ലേ, ആ ഒറ്റ സ്വലാത്ത് കൊണ്ട് അള്ളാഹു 10 സ്വലാത്ത് നമുക്ക്. അള്ളാഹിൻ്റെ ഒരു സ്വലാത്ത് എത്രത്തോളം ഉണ്ടെന്നറിയോ? മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിൽ ഒരാളും ഫുൾ ടൈം അമൽ ചെയ്താൽ, മരണം വരെ ദുനിയാവിൽ ഒരു വിശ്വാസി അമൽ ചെയ്താൽ കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലിയാണ് അള്ളാഹിൻ്റെ ഒരു സ്വലാത്തിൻ്റെ കൂലിന്ന്. ചുമ്മാ ആലോചിച്ച് നോക്കി, കോമൺ സെൻസ് വെച്ചിട്ട് എത്ര പവറാണ് കിട്ടുന്നത്. അതുകൊണ്ട് സ്വലാത്തിൻ്റെ ആവേശമാണ് സഫറിൽ. കാരണം ഈ സഫറിൽ നിന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? റബീഉൽ അവ്വലിലേക്കാണ്. ഏറ്റവും പ്രഥമ വസന്തം പുണ്യ റസൂലിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ മാസമാണ്. അപ്പോൾ അതിലേക്ക് വിശ്വാസികളുടെ ഒരുക്കത്തിൻ്റെ ഭാഗം തന്നെ സ്വലാത്ത്. അതാരും പറയണ്ട, മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരൊക്കെ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും ഖലല്ലാഹു ലഹു മിഅത്ത ഹാജ, അള്ളാഹു 100 സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് 100 ആവശ്യം നിറവേറ്റിത്തരും എന്നൊക്കെ നമുക്ക് കിതാബിൽ ഹദീസുകളിൽ കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ചലഞ്ച്, 1 ചൊല്ലിയ 1-ന് അള്ളാഹു 10 തരും, 1000-ന് 10,000 തരും. 1,00,000 സ്വലാത്ത് നമ്മൾ മുന്നിൽ വെച്ചാൽ, നമ്മൾ ഇറക്കിയാൽ, ഈ ചലഞ്ചിലേക്ക് നമ്മൾ ഇറക്കിയാൽ, മുടക്കിയാൽ 10 ലക്ഷം അള്ളാഹു മടക്കി തരും. അള്ളാഹു നൽകുന്ന 10 ലക്ഷം എന്ന് ആലോചിച്ച് നോക്കി. അതിനേക്കാൾ വലിയൊരു കുറിയുണ്ടോ ലോകത്ത് വേറെ? അതിനേക്കാൾ വലിയൊരു ചിട്ടിയുണ്ടോ ലോകത്ത് വേറെ? തരുന്നവൻ അള്ളാഹു അല്ലേ? അതെന്തായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് ആലോചിച്ച് നോക്കി. തരുമെന്ന കാര്യം ഉറപ്പല്ലേ? നമ്മൾ ദിക്ർ ചൊല്ലി അത് കബൂലായാൽ മാത്രമേ കൂലി കിട്ടുള്ളൂ. ഒരു ദിക്ർ ചൊല്ലി മഖ്ബൂലായാൽ, കബൂലായാൽ മാത്രമേ കൂലി കിട്ടുള്ളൂ. ഖുർആൻ ഓതിയാലും അങ്ങനെ തന്നെ, കബൂലായ അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ കൂലി കിട്ടുള്ളൂ. സ്വീകരിക്കുമോ ഇല്ലയോ അള്ളാഹു ആലം. ഇത്രയല്ലേ മറുപടി ഉള്ളൂ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ നമുക്ക് പറയാം, ദുആ ചെയ്യാം. പക്ഷേ ചൊല്ലിയാൽ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ ഈ ഭൂമിയുടെ മുകളിൽ സ്വലാത്ത് മാത്രമേ ഉള്ളൂ. ചൊല്ലിയാൽ സ്വീകരിക്കും. ആര് എന്തിന് എപ്പോൾ ഒന്നും വിഷയമല്ല, ചൊല്ലിയാൽ മതി സ്വീകരിക്കും. ഇത്ര ഉറപ്പുള്ള അമൽ വേറെ ഏതാ? അതുകൊണ്ട് ഉറപ്പായും കിട്ടുമെന്നുള്ള ഒരു പറ്റിപ്പോലാത്ത ചലഞ്ചാണ്
ഈ ഒരു ചലഞ്ച്. അതിൽ മാക്സിമം നമ്മൾ പങ്കെടുക്കണം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 10 വീതം ഇരട്ടിയായി നമുക്ക് നന്മകൾ അതിന് തരാൻ പോവുകയാണ്. നമ്മൾ ഒരു സ്വലാത്തിൽ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കും. 70,000 തിരിച്ചു കിട്ടും മലക്കുകളുടെ ഭാഗത്ത് നിന്ന്. ഈ ചലഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കും. ഞാൻ പറഞ്ഞല്ലോ 70 അവിടെയും 30 ഇവിടെയും. അത്ഭുതകരമായി നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. നമ്മുടെ ടെൻഷൻ മാറാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗം വേറെ ഇല്ല. മാറുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷൻ മാറും. മാത്രമല്ല 5-ാമത്തെ മൗഫിറത്ത് കിട്ടും. നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും. ഇങ്ങനെ ഓതിപ്പോന്നാൽ മതി. അതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ 10 ഇരട്ടി സ്വലാത്ത് കിട്ടുന്നതിൻ്റെ പുറത്തുള്ള ബെനിഫിറ്റായി പറയുന്നത്. നമുക്ക് അള്ളാഹു പാപമോചനം തരും, തക്ഫീറു സയ്യാത്ത് ഉണ്ടാകും, തിന്മകൾ മാറ്റി നൽകും. മാത്രമല്ല 6-ാമത്തെ നമ്മുടെ രോഗങ്ങൾ മാറാൻ തുടങ്ങും. നല്ല നീയത്ത് വെച്ചിട്ട് സ്വലാത്ത് ഏതെങ്കിലും ഏത് രോഗമായിക്കോട്ടെ, അത് വലുതാകാം ചെറുതാകാം, അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാം ഒരേപോലെയാണല്ലോ. നമുക്കല്ലേ വലുതും ചെറുതും, ഡോക്ടർമാർക്കല്ലേ വലുതും ചെറുതും, ദുനിയാവിൽ നമ്മുടെ ഈ മഖ്ലൂക്കുകൾക്ക് സെട്ടികൾക്കല്ലേ വലുതും ചെറുതും. സെട്ടാവായ അള്ളാഹുവിന് ഈ രോഗം കൊടുക്കുക, തിരിച്ചെടുക്കുക, ഇത് അള്ളാഹുവിനെല്ലാം സിമ്പിളാണ്. ആ അള്ളാഹു മാറ്റിത്തരും. അപ്പം നേർച്ചയാക്കുക, അല്ലെങ്കിൽ നീയത്ത് വെക്കുക. അള്ളാഹു 1,00,000 സ്വലാത്ത്, ഏത് സ്വലാത്തും ആയിക്കോട്ടെ, ഏത് സ്വലാത്തും 1,00,000 ഞാൻ കരുതുകയാണ്, നീയത്ത് വെക്കുകയാണ്. എൻ്റെ ഈ രോഗം മാറണം, ഈ കാര്യം നടക്കണം, ഈ പ്രശ്നം പരിഹരിക്കണം, ഈ കാര്യം ഒന്ന് ഓക്കെ ആകണം, എന്ത് നീയത്ത് വെക്കാം. അത് വീടില്ലാത്തതോ മക്കളില്ലാത്തതോ ജോലി ശരിയാകാൻ എന്തും വെക്കാൻ, പ്രിയപ്പെട്ടവരെ, എന്തും വെക്കാം. അള്ളാഹു വീട്ടിത്തരുമെന്നുള്ള മെസ്സേജ് ലോകത്തിന് പറഞ്ഞത് ഏറ്റവും വലിയ മെസ്സഞ്ചറാണ്, ഏറ്റവും വലിയ സത്യത്തിൻ്റെ നായകരാണ്, സ്വാദിഖുൽ വഅദിൽ അമീനാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ചലഞ്ചിൽ അള്ളാഹു അപ്പോൾ നമുക്ക് രോഗങ്ങൾ മാറിക്കിട്ടും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ഒരു 100 സ്വലാത്ത് നമ്മൾ ചൊല്ലി, നമ്മളതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതി, അത് നമ്മൾ കുടിച്ചു, രോഗം മാറാൻ വേണ്ടി നിയത്ത് ചെയ്ത്, അത്ഭുതകരമായി രോഗത്തിന് മാറ്റം ഉണ്ടാകും. കാരണം അത് സ്വലാത്തിൻ്റെ ഒരു പവറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 7-ാമത് കേട്ടോളൂ. കടങ്ങൾ ഒരാൾക്ക് നീങ്ങിക്കിട്ടണം. വലിയ കടണ്ട്, നീയത്ത് വെച്ചോളൂ. ഈ 1,00,000 ചലഞ്ച് പങ്കെടുത്തോളൂ. 10,00,000 പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിക്കും. കടങ്ങൾ വീട്ടിൽ തരും, ബറക്കത്തുണ്ടാകും. ജീവിതത്തിൽ, സമ്പത്തിൽ, സൗകര്യത്തിൽ, കുട്ടികളിൽ, കുടുംബത്തിൽ, വാഹനത്തിൽ, സ്ഥാപനത്തിൽ, കച്ചവടത്തിൽ, എല്ലാത്തിലും ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് ഈ 1,00,000 ചലഞ്ച് ഞാൻ ചുരുങ്ങിയ എണ്ണം പറഞ്ഞതാണ്. ഒരുപാട് നമുക്ക് ചൊല്ലാൻ പറ്റണം. മിനിമം 1,00,000 മദീന മലർവാടിയിലേക്ക്, മദീനത്ത് കിടക്കുന്ന രാജകുമാരൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് നമുക്ക് കൊടുത്തേക്കാൻ പറ്റണം ഈ സമ്മാനം. ആരാണ് ഈ ചലഞ്ചിൻ്റെ തുടക്കം? അള്ളാഹുവാണ്, മലക്കുകളാണ്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ നടത്തണമെന്ന മുഅ്മിനീങ്ങളോടുള്ള ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ഏറ്റെടുക്കുക. ഈമാനുള്ളവർക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സ്വലാത്തിൻ്റെ ചലഞ്ചായിക്കോട്ടെ, റാഹത്തായിട്ട് നമ്മളെല്ലാം പങ്കെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഈ സ്വലാത്തുകൾ മുഴുവനും മദീനയിലേക്ക് കൊടുത്തയച്ച് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയൊരു സൗഭാഗ്യം, ആ ഒരു ഭാഗ്യം നമുക്കൊക്കെ തുറന്നു നൽകട്ടെ. ഈ 1,00,000 ചലഞ്ചിൽ ആരെല്ലാം പങ്കെടുക്കുന്നോ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. ഉസ്താദേ ഞങ്ങളുണ്ട്, ഞങ്ങൾ തുടങ്ങാണ്, ഒരു കുഴപ്പമില്ല. കിടപ്പിൽ കിടക്കുന്ന രോഗികളാണെങ്കിലും ഈ ചലഞ്ച് ഏറ്റെടുത്തോളൂ. ഉറപ്പായും 10,00,000 സൗഭാഗ്യം, 1,00,000 അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. പരമാവധി എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും അറിയിക്കണം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മയൊക്കെ അല്ലാഹു ചേർത്ത് തരട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക് എത്തുമ്പോൾ നിറഞ്ഞ സ്വലാത്തിൻ്റെ ലഗേജുകൾ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. തീർച്ചയായും അത് വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ പ്രശ്നമൊക്കെ പരിഹരിച്ച് പാപമൊക്കെ പുറത്ത് നമ്മൾ വിജയിക്കും. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് സ്വലാത്ത് കൊണ്ട്. ഏത് സ്വലാത്താ? ഏത് സ്വലാത്തും പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله
ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله